Hello dears, welcome back to ISKSA English. Hello dear students. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ എന്ന് പറയുന്ന പേപ്പറിൽ നമ്മൾ വാട്ട് ഈസ് ലിറ്ററേച്ചർ എന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ജോണേഴ്സ് ഓഫ് ലിറ്ററേച്ചർ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മളതിൽ പോയട്രിയെ കുറിച്ചാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് പോയട്രിയിലെ ടൈപ്പുകൾ. അപ്പോൾ നമ്മളതിൽ പറഞ്ഞത് നറേറ്റീവ് എപ്പിക്കാണ് നമ്മൾ പറഞ്ഞത്. പോയട്രിയിൽ നമ്മൾ പറഞ്ഞത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് പോയട്രിയിൽ നറേറ്റീവും പറഞ്ഞു, അതുപോലെ തന്നെ എപ്പിക്കും പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഒരു ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതായത് ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ മെയിൻ പേപ്പറാണ് ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാലഡ് എന്നുള്ളതാണ്. എന്താണ് ബാലഡ്? അപ്പോൾ ഇന്നത്തെ നമ്മളെ ടോപ്പിക് എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ പറയുന്നത്, അപ്പോൾ നമ്മുടെ ടോപ്പിക് പോയമാണ്. പോയം അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബാലഡാണ്. നോക്കൂ, ഇറ്റ് ഈസ് എ ലോങ് നരേറ്റീവ് പോയം ഓഫൺ ഇൻ ഷോർട്ട് സ്റ്റാൻസാസ്. അതായത് ബാലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് നരേറ്റീവ് പോയമാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? പലപ്പോഴും അതിൻ്റെ സ്റ്റാൻസകൾ ഷോർട്ടായിരിക്കും. ഷോർട്ട് സ്റ്റാൻസയാണ് അതിന് വരുന്നത്. മാത്രമല്ല ഇതിൻ്റെ സ്റ്റാൻസകൾ അറിയപ്പെടുന്നത് ബാലഡ് സ്റ്റാൻസ എന്നാണ് അറിയപ്പെടുന്നത്. ബാലഡ് സ്റ്റാൻസ എന്നാണ് അറിയപ്പെടുന്നത്. ബാലഡ്സ് ഹാവ് ബീൻ പാസ്ഡ് ഓൺ ഫ്രം വൺ ജനറേഷൻ ടു ദ നെക്സ്റ്റ് ഇൻ ഓറൽ ഫോം. ബാലഡുകൾ ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് പാസ് ചെയ്യുന്നത് ഓറൽ ഫോമിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നു, ബാലഡ്സ് എന്ത് ചെയ്യാറില്ല, എഴുതി വെക്കാറില്ല. ഒരു ജനറേഷനിൽ നിന്നും അടുത്ത ജനറേഷനിലേക്ക് വായ്മൊഴിയായിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഒരു ജനറേഷനിൽ നിന്നും അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യുന്നത്. ബാലഡ്സ് എംപ്ലോയ് റിഫ്രെയിൻ ആൻഡ്, അപ്പോൾ ബാലഡ്സിൽ റിഫ്രെയിൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഇൻക്രിമെൻ്റൽ റിപ്പിറ്റേഷൻ. അപ്പോൾ ആദ്യം പറഞ്ഞത് ബാലഡിൻ്റെ സവിശേഷതയാണ് ബാലഡ്സ് എംപ്ലോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലഡിൽ ഉൾക്കൊള്ളുന്നു, അല്ലെങ്കിൽ ബാലഡിൽ ഉണ്ട്, അല്ലെങ്കിൽ കാണപ്പെടുന്നു. റിഫ്രെയിൻ കാണാം. റിഫ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്രെയിൻ എന്ന് പറഞ്ഞാൽ ഈരടി എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപോലുള്ള, അതായത് 2 ലൈൻസ്, സെയിം ലൈന്, അതായത് 2 വരികളായിട്ട്. ഈ 2 വരികൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്ത് വരും. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനാണ് എന്ത് പറയുന്നത്, റിഫ്രെയിൻ എന്ന് പറയുന്നത്. റിഫ്രെയിൻ്റെ മലയാളം ഈരടി എന്നാണ്. അപ്പോൾ 2 കാര്യങ്ങളാണ് പറയുന്നത് ബാലഡിൻ്റെ പ്രത്യേകതയായിട്ട് ശ്രദ്ധിച്ചു വെക്കണം. ഒന്നാമത്തേത് റിഫ്രെയിൻ ഉണ്ടായിരിക്കും, രണ്ടാമത്തേത് ഇൻക്രിമെൻ്റൽ റിപ്പീറ്റേഷൻ. എന്താ ഇൻക്രിമെൻ്റൽ റിപ്പീറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നേരത്തെ പറഞ്ഞെടുത്ത് സെയിം ലൈൻസ് റിപ്പീറ്റ് ചെയ്യാം, ഒരേ വരികൾ റിപ്പീറ്റ് ചെയ്യാം. അതായത് ആ വരികൾ ഇടയ്ക്കിടയ്ക്ക് വരും, ആവർത്തിച്ച് വരിക. അതായത് അത് 2 വരിയായിട്ടാണ് വരിക, അടുത്തടുത്ത് സെയിം വരി ഒരുമിച്ച് 2ആയിട്ട് വരും, ഇരട്ടയായിട്ട്. മാത്രമല്ല അത് പല സ്റ്റാൻസകളിൽ ആവർത്തിച്ച് വരും, പല സ്റ്റാൻസകളിൽ എന്ത് ചെയ്യും, ആവർത്തിച്ച് വരികയും ചെയ്യും. എന്നാൽ ഇൻക്രിമെൻ്റൽ റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ആവർത്തനമാണ്. പക്ഷെ ആവർത്തിച്ച് വരുമ്പോൾ ഒരു വരി അത് രണ്ടാമത് വരുമ്പോൾ അതിൽ നേരിയ വ്യത്യാസം ഉണ്ടാവും. അതാണ് ഇൻക്രിമെൻ്റൽ റിപ്പീറ്റേഷൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ലൈനാണിത്, വേർ ഹാവ് യു ബീൻ ലോർഡ് റെൻഡൽ. അത് ആവർത്തിച്ച് വരികയാണ്, വേർ ഹാവ് യു ബീൻ മൈ ഹാൻസം യങ് മാൻ. ഒന്നാമത്തെ വരിയിൽ വേർ ഹാവ് യു ബീൻ ലോർഡ് റാൻഡൽ മൈ സൺ, ഇതാണ് ഒന്നാമത്തെ വരി. രണ്ടാമത്തെ വരിയിൽ വേർ ഹാവ് യു ബീൻ, അത്രയും വന്നു.
പക്ഷേ മൈ ഹാൻഡ്സം യങ് മാൻ അവിടെ ചെറിയ മാറ്റം വന്നു. അപ്പോൾ ഇത്തരത്തിൽ ചെറിയ മാറ്റത്തോടു കൂടി റിപ്പീറ്റ് ചെയ്യുക, ഇതാണ് എന്ത് ഇൻക്രിമെൻ്റൽ റിപ്പീറ്റേഷൻ. ഇനി ബാലഡിന് എക്സാമ്പിളാണ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലഡ് ഓഫ് ചെവി ചേസ്, ബാലഡ് ഓഫ് ചെവി ചേസ്, അതുപോലെ തന്നെ ദ ബാലഡ് സർ പാട്രിക് സ്പെൻസ്. രണ്ട് ബാലഡാണ് പറഞ്ഞത്, എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞത്, പേര് പഠിച്ചു വെക്കണം. ദ ബാലഡ് ഓഫ് ചെവി ചേസ്, ദ ബാലഡ് ഓഫ് ചെവി ചേസ്, അതുപോലെ തന്നെ ദ ബാലഡ് സർ പാട്രിക് സ്പെൻസർ. അപ്പോൾ എന്താ ബാലഡ് എന്ന് മനസ്സിലായത് നിങ്ങൾക്ക്? അപ്പോൾ എന്താണ് ബാലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നറേറ്റീവ് പോയമാണ്, ലോങ് നറേറ്റീവ് പോയം വിത്ത് ഷോർട്ട് സ്റ്റാൻസ, സ്റ്റാൻസ ചെറുതായിരിക്കും. പിന്നെ ഒരു ജനറേഷനിൽ നിന്നും അടുത്ത ജനറേഷനിലേക്ക് വായ്മൊഴിയായിട്ട് എന്ന് പറഞ്ഞാൽ ഓറൽ ഫോമിലാണ് ഇത് പാസ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതിൻ്റെ സവിശേഷത പറഞ്ഞത് റിഫ്രെയിൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഇൻക്രിമെൻ്റൽ റിപ്പീറ്റേഷൻ. പിന്നെ അതിന് എക്സാമ്പിൾ അടുത്ത ഇനം എന്ന് പറയുന്നത് ഇഡിൽ എന്നുള്ളതാണ്. ഇഡിൽ ഇതിൽ ചിലത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഡിൽ എന്ന് പറയുമ്പോൾ അധികം ആളുകൾ കേൾക്കാൻ സാധ്യതയില്ല. എന്താണ് ഇഡിൽ? ഇറ്റ് ഈസ് എ നറേറ്റീവ് പോയം ഡീലിംഗ് വിത്ത് എ സീൻ ഓർ ഇൻസിഡൻറ്റ് റിലേറ്റഡ് ടു പാസ്റ്റോറൽ, റസ്റ്റിക് ഓർ റൂറൽ കൺട്രി ലൈഫ്. ഗ്രാമീണ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നറേറ്റീവ് പോയം. അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നറേറ്റീവ് പോയമാണ്. പക്ഷെ അത് ഡീൽ ചെയ്യുന്നത് എന്തായിരിക്കും? സീൻ ഓർ ഇൻസിഡൻറ്റ്, എന്തെങ്കിലുമൊക്കെ സീനോ അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് സംഭവമോ. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റഡ് ടു പാസ്റ്റോറൽ, റസ്റ്റിക് ഓർ റൂറൽ കൺട്രി ലൈഫ്. ഈ മൂന്ന് വാക്കിൻ്റെ അർത്ഥവും മനസ്സിലാക്കുക. നാട്ടിൻപുറം, ഗ്രാമീണ ജീവിതം എന്നാണ് മൂന്ന് പദത്തിൻ്റെ അർത്ഥം. ഇപ്പം പാസ്റ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതുപോലെ തന്നെ റസ്റ്റിക് ഓർ റൂറൽ, ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ഗ്രാമീണ ജീവിതമാണ്. അപ്പം ശ്രദ്ധിക്കുക, ഗ്രാമീണ ജീവിതവുമായി ബന്ധപ്പെട്ട നറേറ്റീവ് പോയം, ഗ്രാമീണ ജീവിതവുമായി ബന്ധപ്പെട്ട നറേറ്റീവ് പോയമാണ് ഇഡിൽ. It usually employs a romantic and സാധാരണ ഇത്തരം കവിതകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കവിതയിൽ എന്തായിരിക്കും? എംപ്ലോയ്സ് എ റൊമാൻറ്റിക് ടോൺ ഉണ്ടായിരിക്കും. യൂഷ്വലി എംപ്ലോയ്സ് എ റൊമാൻറ്റിക്. അപ്പോൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഇവയിൽ റൊമാൻറ്റിക് ടോൺ ഉണ്ടായിരിക്കും, റൊമാൻറ്റിക് ടോൺ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൊമാൻറ്റിക് ടോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അതായത് റൊമാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഭാവന എന്നാണ്, അതായത് ഇമാജിനേഷൻ എന്നാണ്, അതായത് സങ്കല്പത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുക എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. അത് നമ്മൾ പറഞ്ഞു വരുന്നത് അതിൽ റൊമാൻറ്റിക് ടോൺ ഉണ്ടായിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. ആൻഡ് സ്വീപ്പിംഗ് ടോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൗണ്ട്, ആ സൗണ്ടിൻ്റെ ഫ്രീക്വൻസി സാവധാനത്തിൽ വളരെ സ്മൂത്തായിട്ട് ഹൈയിൽ നിന്നും ലോയിലേക്കും അതുപോലെ തന്നെ ലോയിൽ നിന്നും ഹൈയിലേക്കും സാവധാനത്തിൽ ചേഞ്ച് ചെയ്യും. അത്തരമൊരു ടോണാണ് സ്വീപ്പിംഗ് ടോൺ എന്ന് പറയുന്നത്. ടു ഡിസ്ക്രൈബ് തിങ്സ്. അപ്പോൾ ഈ രണ്ട് ടോണുകൾ, അപ്പോൾ പൊതുവെ വരുന്നത് രണ്ട് ടോണുകളാണ്. അതായത് ഇഡിൽ വരുന്നത്, നമ്മൾ ഇഡിലിനെ കുറിച്ചാണ് പറയുന്നത്, ഗ്രാമീണ ജീവിതവുമായി ബന്ധപ്പെട്ട് സംഭവങ്ങളോ അല്ലെങ്കിൽ സീനുകളോ ഡിസ്ക്രൈബ് ചെയ്യുന്ന നറേറ്റീവ് പോയം. അതിന് സാധാരണ വരുന്നത് ഒന്നുകിൽ റൊമാൻറ്റിക് ആയിരിക്കും ടോണ്, അല്ലെങ്കിൽ സ്വീപ്പിംഗ് ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ടോണിലായിരിക്കും എന്ത് ചെയ്യുക? റൊമാൻറ്റിക് ആയിട്ട്, അല്ലേ? റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സംസാരിക്കുമ്പോൾ തന്നെ ചില ആളുകൾ റൊമാൻറ്റിക്കായി സംസാരിക്കുക എന്ന് പറയില്ല, ആ ഒരു ടോണ്. കാരണം അതുപോലെ തന്നെ അപ്പോൾ ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ ചില ആളുകൾക്ക് ഈ സംസാരം എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അത്തരത്തിൽ റൊമാൻറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ അടുത്തൊരു ടോണാണ് സ്വീപ്പിംഗ് ടോൺ. അപ്പോൾ ഞാൻ പറഞ്ഞെന്നില്ലേ,
അതായത് ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി സ്മൂത്തായിട്ട് ഒന്നുകിൽ അത് ഹൈയിലേക്ക് അല്ലെങ്കിൽ ഹൈയിൽ നിന്ന് ലോയിലേക്ക് വരുന്നത്. ഇനി ഇഡിലിന് എക്സാമ്പിളാണ് ആൽഫ്രഡ് ടെന്നീസന്റെ ഇംഗ്ലീഷ് ഇഡിലുകൾ എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഇഡിൽസ് ആൻഡ് അതർ പോയംസ്, പിന്നെ റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ ഡ്രമാറ്റിക് ഇഡിൽസ്. അപ്പോൾ 2 എക്സാമ്പിളാണ് പറയുന്നത്. രണ്ടും പോയറ്റ്സിൻ്റെ പേരാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് ആൽഫ്രഡ് ടെന്നീസന്റെ ഇംഗ്ലീഷ് ഇഡിൽസ് ആൻഡ് അതർ പോയംസ്. രണ്ടാമത് പറയുന്നത് റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ ഡ്രമാറ്റിക് ഇഡിലുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഡിൽ എന്താണെന്നും അതിന് എക്സാമ്പിൾ മനസ്സിലായില്ലേ? ഇനി അടുത്ത കവിത എന്ന് പറയുന്നത്, അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ നെക്സ്റ്റ് പറയേണ്ട ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് മെട്രിക്കൽ റൊമാൻസ് എന്നുള്ളതാണ്. മെട്രിക്കൽ റൊമാൻസ്, മെട്രിക്കൽ ആ പേരേക്കൂ ചില ആളുകൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. മെട്രിക്കൽ റൊമാൻസ്, ഇറ്റ് ഈസ് എ നറേറ്റീവ് പോയം which portrays the emotions of a person or. അപ്പോൾ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇതും ഒരു നറേറ്റീവ് പോയമാണ്. ഈ പോയത്തിൽ പോർട്രേ ചെയ്യുന്നത്, അതായത് വരച്ച് കാണിക്കുന്നത് ദ ഇമോഷൻസ് ഓഫ് എ പേഴ്സൺ അല്ലെങ്കിൽ ദ സ്റ്റേജസ് ഓഫ് ലൈഫ്. 2 കാര്യങ്ങളാണ് ഏതിൽ? മെട്രിക്കൽ റൊമാൻസ്. മെട്രിക്കൽ റൊമാൻസ് ഇവിടെ വരച്ച് കാണിക്കുന്നത് ഒന്നുകിൽ ഒരു വ്യക്തിയുടെ വൈകാരികതകൾ, ഇമോഷൻസ് ഓഫ് എ പേഴ്സൺ, അല്ലെങ്കിൽ സ്റ്റേജസ് ഓഫ് ലൈഫ്, സ്റ്റേജസ് ഓഫ് ലൈഫ്. ദ സ്റ്റോറി ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ഇൻ എ സിമ്പിൾ, ഫ്രാങ്ക് ആൻഡ്. അപ്പോൾ ഇവിടെ പറയുന്നത്, ഇവിടെ ഈ ഒരു സ്റ്റോറി പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ലളിതവും ഫ്രാങ്ക് ആൻഡ് ഓതന്റിക് വേ, എന്നാൽ വളരെ ഫ്രാങ്ക് ആയിട്ടുള്ളത്, വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ആധികാരികതയുള്ള സ്റ്റൈലിലാണ്, രീതിയിലാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇവിടെ ഈ സ്റ്റോറി നറേറ്റ് ചെയ്യുന്നത്? 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ദ സ്റ്റോറി ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ഇൻ എ സിമ്പിൾ, ഫ്രാങ്ക് ആൻഡ് ഓതന്റിക് വേ. അപ്പോൾ ഇതിന് എക്സാമ്പിൾസ് ആണ് ജോൺ മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റ്, അതുപോലെ തന്നെ സാമുവൽ ടൈലർ കോൾറിഡ്ജിന്റെ ദ റൈം ഓഫ് ദി ആൻഷ്യൻ മറൈനർ. അപ്പോൾ ഇവിടെ സാമുവൽ ടൈലർ കോൾറിഡ്ജ് എന്നുള്ളതിന് ഷോർട്ടാക്കിയിട്ട് ST കോൾറിഡ്ജ് എന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, സാമുവൽ ടൈലർ കോൾറിഡ്ജ് അദ്ദേഹത്തിൻ്റെ ദ റൈം ഓഫ് ദി ആൻഷ്യൻ മറൈനർ എന്തിനുള്ള എക്സാമ്പിളാണ്? മെട്രിക്കൽ റൊമാൻസിനുള്ള എക്സാമ്പിളാണ്. ഒരു വ്യക്തിയുടെ ഇമോഷൻസോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളോ, സ്റ്റേജസ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ഘട്ടങ്ങളോ പോർട്രേ ചെയ്യുന്ന, ചിത്രീകരിക്കുന്ന നറേറ്റീവ് പോയമാണ് മെട്രിക്കൽ റൊമാൻസ്. ഇനി അടുത്തത് ലിറിക്കാണ്. അടുത്തത് നെക്സ്റ്റ് വണ് പറയുന്നത് ലിറിക്കാണ്. ലിറിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പോയട്രി ദാറ്റ് പ്രസൻസ് ദ പേഴ്സണൽ ഫീലിങ്സ് ഓഫ് ദ സ്പീക്കർ. അതായത് സ്പീക്കറുടെ എന്ന് പറഞ്ഞാൽ പോയറ്റിൻ്റെ പേഴ്സണൽ ഫീലിങ്സിനെ പ്രസന്റ് ചെയ്യുന്ന കവിതയാണ് ലിറിക്ക്. ഇറ്റ് ഈസ് ടൈപ്പ് ഓഫ് പോയട്രി ദാറ്റ് പ്രസൻസ് the personal feelings of the speaker. Lyrics were originally meant to be sung with the accompaniment of a lyre. അതായത് ലയർ എന്ന് പറഞ്ഞാൽ എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്. അപ്പോൾ ഈ ഒരു ലിറിക്ക് ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? To be sung with accompaniment of a lyre. ലയറിൻ്റെ അകമ്പടിയോട് കൂടിയിട്ട് ചൊല്ലുന്നതിന് വേണ്ടി. അപ്പം ലിറിക്ക് പാടാനുള്ളതായിരുന്നു. എന്തിനുള്ളതായിരുന്നു? പാടാനുള്ളത് ആയിരുന്നു. ലിറിക്സ് were originally meant to be sung. അപ്പം ലിറിക്ക് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് to be sung,
അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പാടുക എന്നുള്ളതാണ്. അപ്പൊ എന്താ പറയുന്നത്? ലിറിക്സ് വേർ ഒറിജിനലി മെന്റ് ടു ബി സങ് വിത്ത് ദ അക്കംപാനിമെന്റ് ഓഫ് എ ലയർ. ലയറിന്റെ അക്കംപാനിമെന്റ്, അകമ്പടിയോടുകൂടി. ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മ്യൂസിക് ഉപകരണമാണ്, വാദ്യോപകരണം. അപ്പൊ അത് വായിച്ചിട്ട് നമ്മൾ ചില പാട്ടൊക്കെ കൊട്ടിപ്പാടുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ അല്ലെ, മുട്ടിപ്പാട്ട് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ലയർ എന്ന് പറയുന്ന മ്യൂസിക് ഇൻസ്ട്രുമെന്റിന്റെ അകമ്പടിയോടുകൂടി, അക്കംപാനിമെന്റ്, പാടാൻ വേണ്ടിയാണ് ലിറിക്കുകൾ എഴുതിയിരുന്നത്. ലിറിക്സ് ഡു നോട്ട് ഫോളോ എ റൈം സ്കീം. ലിറിക്ക് എന്ത് ചെയ്യുന്നില്ല? റൈം സ്കീം ഫോളോ ചെയ്യുന്നില്ല. പക്ഷേ ദേ ഹാവ് മ്യൂസിക്കൽ ക്വാളിറ്റി. പക്ഷെ എങ്കിലും അവയുടെ വരികൾക്ക് മ്യൂസിക്കൽ ക്വാളിറ്റി ഉണ്ട്, നല്ല താളമുണ്ട്, പാടാൻ പറ്റിയ വരികളായിരിക്കും. ഇനി ഞാൻ ഏതാനും എക്സാമ്പിൾസ് പറഞ്ഞു തരാണ്. ഏതിന്? ലിറിക്കിന്. എമിലി ഡിക്കിൻസന്റെ ദ ഹേർട്ട് ആസ്ക്സ്. എമിലി ഡിക്കിൻസന്റെ, നിങ്ങൾ എമിലി ഡിക്കിൻസനെ കേട്ടിട്ടുണ്ടോ? അപ്പൊ എക്സാമ്പിൾ പറയുന്നത് എമിലി ഡിക്കിൻസന്റെ ദ ഹേർട്ട് ആസ്ക് പ്ലഷർ ഫസ്റ്റ്. ദ ഹേർട്ട്, ഹൃദയം, ആസ്ക് പ്ലഷർ ഫസ്റ്റ് എന്നുള്ളതും, അതുപോലെ തന്നെ WB ഈഡ്സിന്റെ, WB ഈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്യം ബട്ട്ലർ ഈഡ്സിന്റെ ഹി വിഷസ് ഫോർ ദ ക്ലോസ് ഓഫ് ഹെവൻ എന്നുള്ളതും ലിറിക്കിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ലിറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ലിറിക്ക്. ലിറിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീക്കറുടെ പേഴ്സണൽ ഫീലിങ്സ് പ്രസന്റ് ചെയ്യുന്ന കവിതയാണ് ലിറിക്ക്. അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് സോങ് ആണ്. സോങ് എന്താണ്? സോങ് ഇറ്റ് ഈസ് എ ലിറിക് പോയം മെന്റ് ടു ബി സങ്. പാടാൻ വേണ്ടി ഉദ്ദേശിക്കപ്പെട്ട് എഴുതിയ ലിറിക് പോയമാണ്. ലിറിക് എന്ന് പറയുമ്പോൾ തന്നെ പാടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലിറിക്കാണ്. എസ്പെഷ്യലി വിത്ത് മ്യൂസിക്, ഹാർമണി ആൻഡ് റിതം. പ്രത്യേകിച്ച് മ്യൂസിക്കോട് കൂടി, ഹാർമണിയും അതുപോലെ തന്നെ റിതം, താളത്തോടു കൂടി അല്ലെ, താളബോധത്തോടു കൂടി, താളത്തോടു കൂടി, മ്യൂസിക്കിന്റെ അകമ്പടിയോട് കൂടി അല്ലെ, ഹാർമണിയോട് കൂടി പാടാനുള്ളതാണ് എന്ത്? സോങ്. അടുത്തത് സോണറ്റ് ആണ്. എന്താണ് സോണറ്റ്? സോണറ്റ് ഈസ് എ ലിറിക് പോയം. സോണറ്റ് ഒരു ലിറിക്കാണ് അല്ലേ. ലിറിക് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതേ ഗണത്തിൽ വരുന്നതാണ് സോണറ്റ്. സോണറ്റ് ഒരു ലിറിക് പോയമാണ്, കൺസിസ്റ്റിംഗ് ഓഫ് 14 യാംബിക് പെന്റാമീറ്റർ ലൈൻസ്. അതായത് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 14 ലൈൻസ് ഉണ്ടായിരിക്കും. ആ ലൈനുകൾ വരുന്നത് യാംബിക് പെന്റാമീറ്ററിലാണ് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഒരു കവിതയിൽ എത്ര അതിൻ്റെ ഫൂട്ട് എത്ര വരുന്നുണ്ട് അതിനനുസരിച്ചിട്ടാണ് പെന്റാമീറ്റർ, അതുപോലെ തന്നെ എക്സാമീറ്റർ, ടെട്രാമീറ്റർ എന്നൊക്കെ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോണറ്റ് എന്ന് പറയുമ്പോൾ അതിലുള്ളത് 14 യാംബിക് പെന്റാമീറ്റർ ലൈൻസ് ആണ്. അപ്പൊ അതിൽ വരുന്ന ആ ഒരു വൃത്തങ്ങളുടെയും മറ്റും കണക്ക് വെച്ചിട്ടാണ് എന്ത് പറയുന്നത്? യാംബിക് പെന്റാമീറ്റർ. അപ്പൊ അത് നമ്മൾ പഠിച്ചു വെക്കണം. സോണറ്റിൽ വരുന്ന വൃത്തം എന്ന് പറയുന്നത്, സോണറ്റിന്റെ മീറ്റർ എന്ന് പറയുന്നത് യാംബിക് പെന്റാമീറ്റർ ആണ്. സോണറ്റിന്റെ മീറ്റർ വരുന്നത്. ഈ മീറ്ററിൽ വരുന്ന 14 വരികളായിരിക്കും സോണറ്റിൽ ഉണ്ടാവുക. ഇനി there are 2 types of sonnets. 2 തരം സോണറ്റുകൾ ഉണ്ട്. ഒന്നാമത്തേത് ദ ഇറ്റാലിയൻ സോണറ്റ് ഓർ ദി പെട്രാർക്കൻ സോണറ്റ്. അതായത് ഇറ്റാലിയൻ സോണറ്റ് അല്ലെങ്കിൽ പെട്രാർക്കൻ എന്നുള്ളത് എഴുത്തുകാരന്റെ പേരാണ്. ഇറ്റലിക്കാരനായിട്ടുള്ള പെട്രാർക്ക് എഴുതിയതാണ് എന്ത്? പെട്രാർക്കൻ സോണറ്റ് ഓർ ദ ഇറ്റാലിയൻ സോണറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഇംഗ്ലീഷ് സോണറ്റ് ഓർ ദ ഷേക്സ്പീരിയൻ സോണറ്റ്. ഇംഗ്ലീഷ് കവിയായിട്ടുള്ള, ഇംഗ്ലണ്ടുകാരനായിട്ടുള്ള ഷേക്സ്പിയർ എഴുതിയിട്ടുള്ളതാണ് ഇംഗ്ലീഷ് സോണറ്റ് അല്ലെങ്കിൽ
ഷേക്സ്പീരിയൻ സോണറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി സോണറ്റുകൾക്ക് എക്സാമ്പിൾ ദ സോണറ്റ്സ് ഓഫ് വില്യം ഷേക്സ്പിയർ ആൻഡ് വില്യം വേർഡ്സ്വർത്ത്. ഇംഗ്ലീഷ് കവികളായിട്ടുള്ള വില്യം വേർഡ്സ്വർത്തിൻ്റെയും അതുപോലെ തന്നെ വില്യം ഷേക്സ്പിയറിൻ്റെയും സോണറ്റുകൾ എക്സാമ്പിളാണ്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഓടുകളാണ്. ഓട് എന്താണ് ഓട് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പറയുന്നത്. അത് നമുക്കൊരു കാര്യം ചെയ്യാം, ഓട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഓട് ചെയ്യാം. അപ്പൊ അതോടുകൂടി ഓട് മാത്രമല്ല, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓടും എലിജിയും പിന്നെ ഡ്രാമയും അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ, കോമഡി, ട്രാജഡി ഇതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ പോയട്രി എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ചാപ്റ്ററിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പോയട്രി നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് ലിറ്ററേച്ചറിൻ്റെ നെക്സ്റ്റ് ജേണലിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എൻട്രി ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പതിവ് പോലെ തന്നെ ക്ലാസ്സൊക്കെ എഴുതുക, ക്ലാസ്സൊക്കെ കേൾക്കുക, നോട്ട് എഴുതിയിരിക്കുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യുക, കാണുക. കൂട്ടത്തിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നോട്ട് അല്ലെങ്കിൽ പോയിന്റ്സ് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക പഠിക്കും കേട്ടോ. കാരണം മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആളുകളുടെ പേരും പ്രത്യേകതകളൊക്കെ ജസ്റ്റ് കുറിച്ച് വെക്കുക. കാരണം അത് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഗുണകരമായിരിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.